അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചു. ആരെ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ അഖ്സ എന്ന് അല്ലാഹു പറഞ്ഞവിടെ നിർത്തിയില്ല. ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ പവിത്രമായ പരിസര പ്രദേശങ്ങളെയെല്ലാം നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് തന്റെ പ്രവാചകനെ, തന്റെ ദൂതനെ, തന്റെ ദാസനെ കാണിക്കുന്നതിന് വേണ്ടി. ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ വ്യക്തമാണ്. ആ ഭൂമി ആരുടെയാണ്? അർളെ മുഖദ്ദസാണ്. ഖുദ്സ്, ഖുദ്സ്, ഖുദ്സ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. ബൈത്തുൽ മഖ്ദിസ് എന്നൊക്കെ പറയില്ലേ? ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് എന്നും ബൈത്തുൽ മുഖദ്ദസ് എന്നും ഒക്കെ പറയും. മൈമൂന റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫ്തിനാ അൻ ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമേ. ബൈത്തുൽ മുഖദ്ദസിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണമേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാ, വഹുവ അർളുൽ മഹ്ശരി വൽ മൻശരി, وهو أرض المحشر والمنشر ومنه يحشر الناس كما قال عليه السلام. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് അർളുൽ മഹ്ശറാണ്, അർളുൽ മൻശറാണ്. മഹ്ശർ, മഹ്ശർ എന്ന് നമ്മൾ പ്രഭാഷണങ്ങളിലൂടെ കേട്ടിട്ടില്ലേ? മഹ്ശർ എന്ന് നമ്മൾ പറയാറില്ലേ? ആ മഹ്ശർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു. ആ മഹ്ശർ എന്ന് പറയുന്ന സ്ഥലം അത് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരമാണ് മൈമൂന. അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ മർദുൽ മഹ്ശർ, നമ്മളൊക്കെ മഹ്ശറ മൈതാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എവിടെയാണ്? അപ്പൊ എന്തോ അവിടെ അടങ്ങിയിട്ടുണ്ടല്ലോ. വലിയ വലിയ മഹത്വങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണത് എന്ന് മനസ്സിലാവുന്നില്ലേ? വഹിയ അർദുൽ മഹ്ശർ വൽ മൻശർ. അതാണ് അല്ലാഹു തആല പറഞ്ഞ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരങ്ങളിൽ നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ പോയി 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണേ. ആ കാലഘട്ടത്തിലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അന്നും ജൂത നസ്രാണികളുടെ കൈകളിലായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും ആഗ്രഹിച്ചിരുന്നു ഇത് അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നത് മോചിപ്പിക്കാൻ. ആദരവായ ഹബീബായ തങ്ങൾ പോലും കൊതിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണ് അത് സാധ്യമായതെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ വന്ന് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ മത്തസ്സാ, ലോകാവസാനം അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക? അതിന്റെ അടയാളങ്ങളൊന്ന് പറയൂ ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറയുകയാണ്, എഴുതൂ സ്വഹാബത്തേ, എണ്ണിക്കൊള്ളുക സ്വഹാബത്തേ, ഉഅദുദു സിത്താ, 6 കാര്യങ്ങൾ നിങ്ങൾ എണ്ണണേ, 6 കാര്യങ്ങൾ രേഖപ്പെടുത്തണേ. അതിൽ ഒന്നാമത് മൗതി, എന്റെ ഈ ലോകത്ത് നിന്നുമുള്ള വിയോഗമാണ്. ഈ ലോകത്ത് നിന്ന് ഞാൻ വഫാത്തായി പോകലാണ്, യാത്ര പോകലാണ്. എന്റെ വഫാത്ത് ലോകാവസാനത്തിന്റെ അടയാളമാണ്.
രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം അത് സംഭവിക്കുക തന്നെ ചെയ്യും സ്വഹാബ. എഴുതിക്കൊള്ളൂ സ്വഹാബത്തെ, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ വാക്കാണ്, പറഞ്ഞ സത്യമാണ്. റിസാലത്തിന്റെ നബൂവത്തിന്റെ നാവ് കൊണ്ട് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്തം നസ്രാണികളാണ് ഏറ്റെടുത്തിരുന്നത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിവാരങ്ങളുമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാ. അവിടെ യുദ്ധമൊന്നും സംഭവിച്ചിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ആ നസ്രാണികളുടെ പാതിരിമാരുടെ നേതാവ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബിന്റെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയായി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് പ്രകാരം ആദ്യമായി മോചിപ്പിക്കപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോലുമായി വന്ന് ഇന്ന് സൗദി അറേബ്യയിലുള്ള ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോ ഈ കഴിഞ്ഞ മാസത്തിൽ അവിടെ പോയിരുന്നു. ആ സ്ഥലം ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ചരിത്ര പ്രധാനമായ ആ ഒരു ഉടമ്പടി നടന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു യുദ്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ബൈത്തുൽ മുഖദ്ദസ് അവർ ഏൽപ്പിച്ചു. 200 വർഷ കാലഘട്ടത്തോളം പിന്നെ ബൈത്തുൽ മുഖദ്ദസ് അവരുടെ കൈകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് അത് തിരിച്ച് വീണ്ടും പിടിക്കപ്പെട്ടപ്പോൾ പിന്നീട് അതിൽ നിന്ന് മോചനം ആരായിരുന്നു? സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ കുരിശ് യുദ്ധത്തിലൂടെയാണ് വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടത്. വീണ്ടും അത് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനിയും ഖുദ്സിന് ഒരു മോചനം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ആ ഖുദ്സിന് ഒരു മോചനം ഉണ്ടാകുന്നതോടുകൂടി ലോകാവസാനത്തിന്റെ അടയാളമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. മൂന്നാമത് ഇനിയൊരു ഖുദ്സ് മോചിപ്പിക്കപ്പെടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും പറഞ്ഞിട്ടാണ് പോയത്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖി ളാഹിരീൻ. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കും സഹാബത്തെ, അലൽ ഹഖി ഖാഹിരീൻ ലിഅദുവിഹിം ളാഹിരീൻ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സഹാബത്തെ. ലാ യദുർറുഹും മൻ ഖാലഫഹും ഐ മൻ ഖദലഹും ഐ ഖിദിലാനു മൻ ഖദലഹും. ആരെല്ലാം അവരെ പരാജയപ്പെടുത്താൻ നോക്കിയാലും അത് സാധ്യമാവുകയേ ഇല്ല. അവർക്ക് ആരെയും ഒരു ഭയമോ പേടിയോ ഇല്ല സ്വഹാബ. ആരെല്ലാം ഏതെല്ലാം രീതിയിൽ അവരെ തളർത്താൻ നോക്കിയാലും അത് യാഥാർത്ഥ്യമാവുകയില്ല സ്വഹാബത്തെ. അവർക്കുണ്ടാകുന്ന ക്ഷീണമോ തളർച്ചയോ ഭക്ഷണ ദാരിദ്ര്യമോ വെള്ളം കിട്ടാതെയോ വൈദ്യുതി നഷ്ടപ്പെട്ടോ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളല്ലാതെ ശാരീരികമായി അവരെ തളർത്താൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ നിലകൊള്ളുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഖാലൂ സഹാബാക്കൾ ചോദിക്കുകയാ, വഅൈനഹും യാ റസൂലല്ലാഹ്, അവർ
എവിടെ നിന്നുള്ളവരാണ് നബിയേ? അവർ ഏത് ദേശക്കാരാണ് നബിയേ? ഏത് ഭാഗക്കാരാണ്? ഏത് വർണ്ണക്കാരാണ്? ഏത് വർഗക്കാരാണ്? ഏത് ലോകത്തുള്ളവരാണെന്ന് പരിശുദ്ധ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിൻ ബൈത്തിൽ മഖ്ദിസി വാഖിനാ ഫി ബൈത്തിൽ മഖ്ദിസി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഈജിപ്തിൽ നിന്ന് വരുന്നവരല്ല, അത് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവരല്ല, അത് യമനിൽ നിന്ന് വരുന്നവരല്ല. മിൻ ബൈത്തുൽ മഖ്ദിസി, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷകർ, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം അവിടെ തന്നെ ഉള്ളവരുടെ കൈകളിൽ നിന്നാണ്. അതിന്റെ പരിസരവാസികളുടെ കൈകളിൽ നിന്ന് ആ ഖുദ്സിനെ മോചിപ്പിക്കപ്പെടാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയില്ല സഹാബാ. നബിയുന റസൂലുള്ളാഹി. അത് വെളിയിൽ നിന്നൊന്നും വരണ്ട, അവിടെ തന്നെ അല്ലാഹ് ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട് അതിന്റെ ആളുകൾ. നമ്മളിപ്പോ ആരാ? ചിലർ പറയും അത് ഹമ്മാസാണ്, ചിലർ പറയും വേറെ എന്തെങ്കിലും. ഇതൊന്നും നമ്മൾ പറയണ്ട, ആരും ആയിക്കോട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാൻ അവിടെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും. അത് പുലരാതെ ലോകം അസ്തമിക്കുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാ ഹത്താ യഖ്തുലൽ മുസ്ലിമു വൽ യഹൂദിയ. ഒരു മുസ്ലിം യഹൂദിയെ കൊല്ലുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്ങനെയാണത് സംഭവിക്കുക എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ, അന്ന് ജൂതന്മാര് ഈ മുസ്ലിമീങ്ങളെ പേടിച്ചിട്ട് വലിയ വലിയ വടവൃക്ഷങ്ങളുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കുമത്രേ, വലിയ വലിയ കരിങ്കല്ലുകളുടെ പിന്നാലെ ഒളിച്ചിരിക്കുമത്രേ. ഹത്താ യഖ്തബി അൽ യഹൂദിയു മിനൽ മിവറാഇൽ ഹജരി അവിശ്ശജരി. കല്ലിന്റെയും മുള്ളിന്റെയും വൃക്ഷങ്ങളുടെയും പിന്നാലെ പോയി ജൂതൻ ഒളിച്ചിരിക്കുന്ന ഒരു കാലം വരുമത്രേ. അന്ന് ആ മുസ്ലിമിനെ പേടിച്ചിട്ട് ഇന്ന് മുസ്ലിം ആ ജൂതനെ പേടിക്കുന്നില്ല. അവനെ വകവരുത്തുകയാണെങ്കിൽ ഒരു കാലം വരും സ്വഹാബാ, അന്ന് ജൂതന്മാര് മുസൽമാനെ പേടിച്ചിട്ട് ഒളിച്ചോടുന്ന കാലം വരും. ലോകത്തിന്റെ പ്രവാചകം പറഞ്ഞ വാക്കാണ്, വിപ്ലവത്തിന്റെ നായകം പ്രവചിച്ച വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൃക്ഷത്തിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുമ്പോ ആ വൃക്ഷം വിളിച്ചു പറയുമത്രേ, യാ അബ്ദല്ലാഹ് വറാഇ യഹൂദിയുൻ ഉഖ്തുൽഹു. വലിയ വലിയ കല്ലിന്റെ പിന്നാലെ, മുൾച്ചെടികളുടെ പിന്നാലെ, ഗർഖദിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുമത്രേ. ഇല്ലൽ ഗർഖദ, ഓർക്കിഡ്, ഓർക്കിഡ് എന്ന് പറയുന്ന ആ ഒരു വൃക്ഷമൊഴികെ ബാക്കിയുള്ള വൃക്ഷമെല്ലാം വിളിച്ചു പറയുകയാ, ഏ സഹോദരാ ഓടി വരണേ, എന്റെ പിന്നിൽ ഇതാ ജൂതൻ ഒളിച്ചിരിക്കുകയാ, അവനെ നിങ്ങൾ വകവരുത്തണം കേട്ടോ. അങ്ങനെ ഓരോ കല്ലും മുള്ളും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം ലോകത്ത് വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി റസൂൽ പറഞ്ഞ വാക്കാണ്. നമുക്കൊന്നും ഇപ്പം പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. അന്നൊന്നും നെറ്റും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, LCD ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. അന്നേ നബി പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, അതിൽ കുറച്ച് ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. മുസ്ലിമാണോ? ബുദ്ധിമുട്ടുണ്ടാകും. മുസ്ലിമാണോ? ആഗ്രഹമുണ്ടോ മുസ്ലിമായി ജീവിച്ചു മരിക്കണമെങ്കിൽ? അതിൻ്റെതായ ത്യാഗമുണ്ടാകും. അലിഫ് ലാം മീം അഹസിബൻ നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ചന്തയാ?
ഇത് പെണ്ണുങ്ങൾ അടി ഉണ്ടാക്കുകയാണോ, വെടി പൊട്ടിക്കുകയാണോ, പെണ്ണുങ്ങളെ ഓടിച്ചുവിടുകയാണോ, അതോ ചന്തയിൽ ബൂത്തിൽ ഇവിടെ വലിയ വയത്ത് മുഖദ്ദസ് പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടെ വയത്ത് ഇസ്രായേൽ വെടിവെക്കുകയാണ്. അത് കൊള്ളാം സംഭവം. ഇവിടെ വയത്ത് മുഖദ്ദസ് ഇസ്രായേൽ പൊട്ടിച്ചുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ്. എങ്ങനെയെങ്കിലും 1 മണിക്കൂർ ഓടിക്കാൻ ഞാൻ നോക്കുകയാണ്, സുഖമില്ലാതെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാകുമ്പോൾ എല്ലാവരും പറയൂ, നമുക്കെന്താപ്പാ ഈ അള്ളാഹ് എത്രേ ദുആ ചെയ്തിട്ട് ഒന്നും സ്വീകരിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ എത്രയോ ദുആ ചെയ്ത്, എത്ര കുഞ്ഞുമക്കൾ മരിച്ചു, എത്ര കുഞ്ഞുങ്ങൾ ഷഹീദാവും, എത്ര പേര് മരിച്ചു. അള്ളാഹ്ക്കൊരു കരുണയില്ലേ, അള്ളാഹ്ക്കൊരു ദയയില്ലേ? ലോകത്ത് ഏറ്റവും വലിയ കരുണയുള്ളവൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും കരുണയില്ല. ലോകത്തെ ഏറ്റവും വലിയ കരുണക്കടൽ നമ്മൾ അങ്ങനെ തന്നെ അർഹമുർ റഹീം എന്നാണല്ലോ അള്ളാഹ്ക്ക് പറയുന്ന വാക്ക്. വഹുവ അർഹമുർ റഹീമീൻ. ഏറ്റവും വലിയ കരുണാവാരിധി അള്ളാഹയാണ്. അതുകൊണ്ടാണ് റഹ്മാൻ റഹീം എന്ന ഒരു വാക്ക്, ആ ഒരു വചനം, ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു പേര് അള്ളാഹ്ക്കില്ലായിരുന്നുണ്ടല്ലോ, നമുക്കൊന്നും ഒരിക്കലും കരുണ കിട്ടൂല, നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹ്ക്ക് ആ ഒരു റഹ്മത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് മരിക്കുമ്പം അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ കരുണ ചെയ്യണേ, റഹ്മത്ത് ചൊരിയണേ. നമസ്കാരത്തിൽ ദുആ ചെയ്യുമ്പോ റബ്ബിഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എന്നോട് നീ പൊറുക്കണേ, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്. എവിടെ നോക്കിയാലും റഹ്മത്തിനോട് ദുആ ചെയ്യുന്നത് അവൻ റഹ്മാൻ ആയതുകൊണ്ടാണ്. റഹ്മാനായ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് കാര്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ബിസ്മി ഓതുമ്പോഴും അതിലും റഹ്മാനും റഹീമും അല്ലാഹ് ചേർത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അർറഹ്മാനിർ റഹീം. ലോകത്തിന്റെ ഉടമസ്ഥൻ നീയാണ് പടച്ചവനെ. അഖില നിഖില ഉത്തരവാദിത്തങ്ങളും അഖില നിഖില എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ചവനെ നിനക്ക് മാത്രം സ്വന്തമാണ്. നിഖില സ്തുതികളും നിനക്ക് മാത്രമാണ് അല്ലാഹ്. കരുണയാണ് നീ, കരുണയുടെ ഉറവിടമാണ്, കാരുണ്യത്തിന്റെ നിറകുടമാണ്, കരുണക്കടലാണ് എന്ന് അല്ലാഹ് തന്നെ വിശേഷിപ്പിക്കുമ്പോ അല്ലാഹ്ക്ക് ഗസയിലെ മക്കൾ പിടഞ്ഞു മരിക്കുമ്പോ അവന് ദയയില്ല എന്നാണോ? ഒരിക്കലും അങ്ങനെ കരുതരുതേ. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ തഖ്ദീറാണ്, തഖ്ദീറാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ നിരാശരാകരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് കേട്ടോ, ഒരിക്കലും നിരാശരാകരുത്. ഫൈന്നഹു അർഹമുർ റഹീമീൻ. കാരുണ്യവാന്മാരിൽ ഉദാരനുമാണ്, ഏറ്റവും വലിയ കരുണാവാരിധിയും അവൻ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് ഇന്നാ ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്നത്, ഇന്നാ ഗസയിലെ മക്കള് ബാക്കിയും ജീവനോടെ നിലനിൽക്കുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായ ഇസ്രായേലിന്റെ ആ മാരക ആയുധങ്ങളുടെ മുന്നിൽ ആ നാട് തന്നെ ചാമ്പലായി പോവില്ലേ, തകിടം മറിഞ്ഞു പോവില്ലേ, തവിട് പൊടിയായി പോവില്ലേ? ആ തകർന്നുപോയ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പിഞ്ചു ബാലന്മാരെ കൈയുയർത്തി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് വിളിക്കണമെങ്കിൽ അല്ലാഹു അവരോട് കരുണ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് ഒരിക്കൽ പോലും നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. ഒരിക്കലും നമ്മുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. പ്രവാചകനാണ് മൂസാ നബിയെ വേദനിപ്പിച്ചവരാണ്. മൂസാ നബിയെ പോലുള്ള 100 കണക്കിന് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരാണ് ഇസ്രായേലികൾ. അറിയുവോ?
ഒരു ദിവസത്തിൽ തന്നെ 40ഓളം പ്രവാചകന്മാരെ കൊന്നവരാണ് ഇസ്രായേലികൾ. കേട്ടോ, ഇന്ന് മരണപ്പെട്ടതിൽ ഒരു പ്രവാചകൻ പോലുമില്ല. ഒരുപക്ഷെ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ടവർ പോലും കാണില്ലായിരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 100 കണക്കിന് പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ഇസ്രായേൽ സന്തതികൾ. ഓർക്കണേ, ആ പ്രവാചകന്മാർ പോലും അന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ, പ്രാർത്ഥിച്ചില്ലേ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ അള്ളാന്റെ മറുപടി എന്താ? മൂസ, നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മൂസാക്ക് അള്ളാഹു ദുആ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും 40 വർഷത്തിന് ശേഷമാണ് ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഇജാബത്തിന്റെ ഉത്തരവ് ഇറങ്ങിയത്. അതുകൊണ്ട് അലിഫ് ലാം മീം അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ സത്യവിശ്വാസികളാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തുകളാണ്, ഞങ്ങൾ ഔലിയാക്കളാണ്, ഔലിയാക്കളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, മഹാന്മാരടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്നവരാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരെ കഴിയുന്നവരാ, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകരാ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ. അല്ലാഹുവോട് ചോദിക്കുകയാണ്, അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞാൻ വിശ്വാസിയായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊന്നും വരാതെ വെറുതെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, നമുക്ക് മുൻഗാമികളായ എത്രയോ പേരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അവരിൽ ഈമാനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നിട്ട് അതിനെ പിടിച്ചു നിന്നവരാരാ, അതിനെ തരണം ചെയ്തവരാരാണെന്ന് അറിയുന്നതിന് വേണ്ടി അള്ളാഹു ഈമാനുള്ളവരെ പരീക്ഷിക്കുമത്രേ. ഗസയിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കൾ, ഉമ്മയില്ലാത്ത മക്കൾ, വാപ്പയില്ലാത്ത മക്കൾ, എത്രയോ അനാഥ കുഞ്ഞുമക്കൾ, താങ്കൾ സന്തോഷത്തോടെ കളിച്ചിരുന്ന ചിരിച്ചിരുന്ന ഭവനമെന്നിതാ ഭസ്മഭൂമി പോലെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. ഉമ്മയെ കാണാനില്ല, ഉപ്പയെ കാണാനില്ല, തന്റെ പിഞ്ചോമനകളെ കാണാതെ മാതാപിതാക്കൾ വെമ്പല് കൊള്ളുമ്പോൾ പോലും പടച്ചവനെ, നീ ഞങ്ങളോട് ചെയ്തത് അതിക്രമമായി പോയി അല്ലാ, അക്രമമായി പോയി അല്ലാ എന്നൊരു ഫലസ്തീനിലെ കുഞ്ഞുപോലും പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് മരിക്കാൻ പേടിയാണെന്നും അവര് പറയാറില്ല. കാരണം അവർക്കറിയാം ഇത് സ്വർഗത്തിന്റെ മണ്ണാണ്. ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാൽ നാളെ ശുഹദാക്കളോടൊപ്പം എഴുന്നേൽക്കാൻ കഴിയുമെന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. കാരണം 3ാമത്തെ പദവിയാണ് ശുഹദാ. അൻഅംത അലൈഹിം അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹം ചെയ്തത് വളരെ വ്യക്തമാണ്. ഖുർആൻ കൊണ്ട് നമുക്ക് അറിയിച്ചു തന്ന സത്യമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാ. അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയത് 4 വിഭാഗങ്ങളുടെ മേലാണ്. അതിലൊന്നാമത് അമ്പിയാക്കളാ, രണ്ടാമത് സിദ്ദീഖീങ്ങളാ, മൂന്നാമത് ശുഹദാക്കളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരാണ്. പടച്ചവനെ, വീടില്ല,
കണ്ണില്ലാതെ കൂടില്ലാതെ മാതാപിതാക്കൾ പോലും ഇല്ലാതെ പടച്ച റബ്ബേ പിറന്ന മണ്ണിൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ചുപോയെങ്കിൽ അവരെ അടക്കം ചെയ്യപ്പെടുന്നത് ആ ഖുദ്സിന്റെ മണ്ണിലല്ലയോ? ബാറകനാ ഹൗലാ അല്ലാഹു പറഞ്ഞ ആ ബർക്കത്തുള്ള മണ്ണ് ഏതെന്നറിയോ? മഖറുൽ അംബിയാ മഹബത്തുൽ മലായിക, മാലാകമാരിറങ്ങുന്ന ഭൂമിയാണത് കേട്ടോ. അമ്പിയാക്കളുടെ വാസസ്ഥലമാണ് കേട്ടോ. അമ്പിയാക്കളുടെ മഖാബറുകളാണ്. അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പവിത്രമായ ഭൂമിയാ. ആരാണോ ആ മണ്ണിൽ മരിക്കാനൊരവസരം ലഭിച്ചത് അവർ അവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമത്രേ. അവർ മരിച്ചു എന്ന് പറയരുതേ, അവർ മരിച്ചിട്ടേ ഇല്ല. 20,000 പേര് മരണപ്പെട്ടു എന്നാണ്, 20,000 പേര് ഗസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്ര മാധ്യമങ്ങൾ എഴുതുമ്പോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവരാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പിടഞ്ഞു വീണ് മരിച്ചവരാ. അവർ മരിച്ചെന്ന് പറയരുതേ, അവർ മരിച്ചിട്ടില്ല, അവർ മരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ മുന്നിൽ അവർ മരിച്ചു പോയിരിക്കാം, ഒരുപക്ഷെ ഗസയിൽ താമസിക്കുന്നവരുടെ മുന്നിൽ മരിച്ചു പോയിരിക്കാം, ലോക മാധ്യമങ്ങളുടെ മുന്നിൽ അവർ മരണപ്പെട്ടു പോയിരിക്കാം. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ അവർ മരിച്ചിട്ടേ ഇല്ല എന്ന് ഖുർആൻ പറയുന്നു. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവർ വിഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഷഹീദായി പിടഞ്ഞു വീണ് മരിക്കുന്ന മക്കളെ നോക്കിയിട്ട് അവർ മരിച്ചു മരിച്ചു എന്ന് പറയല്ലേ. അവർക്ക് അല്ലാഹു നൽകുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാ. 3ാമത്തെ സ്ഥാനമാണ് അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ കഴിഞ്ഞിട്ട് ശുഹദാ. എത്ര വലിയ സ്ഥാനമാ! അവർ മരിച്ചുപോയെന്ന് കരുതണ്ട. കുഞ്ഞുമക്കളെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോ, അട്ടിയടിക്ക് വെക്കുന്നത് കാണുമ്പോ സിപ്പപ്പ് പൊതിഞ്ഞു വെച്ചതുപോലെയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചിരുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഈ പിഞ്ചു പൈതലുകൾ, ഈ കുഞ്ഞുമക്കൾ മരണപ്പെടുമ്പോ അവരുടെ ഉമ്മ ഉപ്പയുടെ ലാളന അവർക്ക് നഷ്ടമായി പോകില്ല പ്രവാചകരെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അതിനും മറുപടി നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയാൽ ഉമ്മാന്റെ ഒക്കത്തിരുന്ന് മുല കുടിക്കുന്ന 7 ദിവസമുള്ള കുഞ്ഞു പോലും, ന്യൂ ബോൺ ബേബി എന്നറിയപ്പെടുന്ന കുഞ്ഞു കിടാങ്ങൾ പോലും ഈ ലോകത്ത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞു വീണ് മരിച്ചില്ലേ? അവരുടെ ഉമ്മയെ കണ്ടിട്ടില്ല, അവരുടെ ഉപ്പയെ കണ്ടിട്ടില്ല, ഉമ്മ ഉപ്പയുടെ സ്നേഹലാളനകൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുമക്കൾ മരിച്ചു പോകുമ്പോ അവർക്കുള്ള സ്നേഹം ആരാണ് നൽകുക പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കുകയാണ്, യക്ഫുലുഹും നബിയുല്ലാഹി ഇബ്രാഹിം വസൗജതുഹു ഹാജറ അലൈഹിസ്സലാം. എത്ര വലിയ ഭാഗ്യമാണ് മക്കളെ! ഗസയിൽ പിടഞ്ഞു വീണ് മരിച്ച പൊന്നുമക്കളെ, പൊന്നുകിടാങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ മരിച്ചു എന്ന ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ കൈകൾ ആരുടെ കൈകളിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ലോകത്തിന്റെ നായകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ കൈകളിലാണ് ആ മക്കളുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ആ മക്കളെ പോറ്റുന്നത്? ആരാണ് ആ മക്കളെ പാല് കൊടുക്കുന്നത്? ആരാണ് ആ മക്കളെ ചുംബിക്കുന്നത്? ആരാണ് ആ മക്കളെ സന്തോഷിപ്പിക്കുന്നത്? മഹാനായ ഇബ്രാഹിം നബിയുടെ ഭാര്യ ബീബി ഹാജറ.
ഹാജറ റളിയല്ലാഹു തആല അൻഹയാണ് ആ മക്കളെ ഏറ്റെടുത്തിരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹത്താ യറുദ്ദഹും ഇലാ ആബായിഹിം യൗമൽ ഖിയാമ. ലോകാവസാനം വരെ ഈ കുഞ്ഞു മക്കളുടെ ഉത്തരവാദിത്വം മഹാനായ ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും ആയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകാവസാനത്തോടെ ഖിയാമത്ത് നാളോടെ എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ ഏതൊരു കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ആവലാതിയോടെ അള്ളാന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ മാതാപിതാക്കളുടെ കൈകളിലേക്ക് ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും അവരുടെ മക്കളെ ഏൽപ്പിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. നമുക്കപ്പോ വിഷമിക്കണോ? നമ്മുടെ കുഞ്ഞു മക്കൾ മരണപ്പെട്ടാൽ ആ കുഞ്ഞു മക്കളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഗസയിലെ മക്കളുടെ മൊത്തം ഉത്തരവാദിത്വം ഇബ്രാഹിം നബി ഏറ്റെടുത്തിരിക്കുകയാണ്, ബീവി ഹാജറ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരാണ് അവരെ പരിപാലിക്കുന്നത്. അവരെ പരിപാലിച്ച് ഉമ്മ വെച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഖിയാമത്ത് നാളിൽ ഈ മാതാപിതാക്കൾ, ഈ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവിടേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ വരുമ്പോൾ ഈ മക്കളെ അവരുടെ കൈകളിലേക്ക് വാപ്പ ഉപ്പ ഏൽപ്പിക്കും. അത്ര വലിയ ഭാഗ്യം. ഗസയിലെ മക്കളെ എല്ലാ കുഞ്ഞുമക്കളെയും നമ്മുടെ അധ്യക്ഷൻ ചോദിച്ചു ഗസയിലെ മക്കൾ മാത്രമാണ്. അല്ല, നമുക്കിപ്പോ വിഷമം ഇപ്പൊ അവരോടാണല്ലോ. എത്രയോ കുഞ്ഞുമക്കൾ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ നമുക്ക് ഇങ്ങനെ വിഷമം വരൂലേ? സ്വർഗത്തിലെ കുഞ്ഞുമക്കൾ വേണ്ടേ? തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബി വബാരീഖ വകഅസിൻ മിൻ മഈൻ. നല്ല പാനപാത്രങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ പിന്നാലെ ചുറ്റുന്ന കുഞ്ഞു മക്കൾ ഉണ്ടാകുമെന്ന് ഖുർആനിൽ അല്ലാഹു പറയല്ലേ, തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇനി മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേറെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമ ഇൻദ അറളിൽ ഖലായിഖ്. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഹിസാബ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കളെയും അവിടെ ഹാജരാക്കപ്പെടുകയാ. അങ്ങനെ ഹാജരാക്കപ്പെടുമ്പോ അല്ലാഹു തആല കുഞ്ഞുമക്കളോട്, മലക്കുകളോട് പറയുകയാണ്, ഈ കുഞ്ഞുമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. കുഞ്ഞുമക്കൾക്ക് അവിടെ ഹിസാബില്ല, അവർക്ക് വിചാരണയില്ല. അവർ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ മാലാഖമാരെ കുഞ്ഞുമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫയഖഫൂന അലാ ബാബിൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് അവർ എത്തുമ്പോ അവർ വിങ്ങിപ്പൊട്ടി ആവേശത്തോടെ അലമുറയിട്ട് നിലവിളിച്ചിട്ട് ചോദിക്കുകയാ, അയിന ആബാഉനാ വ ഉമ്മഹാതുനാ. എവിടെ ഞങ്ങളുടെ ഉപ്പ, എവിടെ ഞങ്ങളുടെ ഉമ്മ, എവിടെ? ശൈശവത്തില് മരണപ്പെട്ടു വന്നവരാ, ശൈശവത്തില് കൊല ചെയ്യപ്പെട്ടവരാണ്, ബാല്യത്തില് മരിച്ചു വന്നവരാണ്. ഞങ്ങളുടെ ഉമ്മയെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഉപ്പയെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. എവിടെ ഞങ്ങളുടെ ഉമ്മ, എവിടെ ഉപ്പ, എവിടെ എന്ന് ആ കുഞ്ഞുമക്കള് മലക്കുകളോട് ചോദിക്കുമ്പോ ആ മലക്കുകൾ പറയുകയാണ്, ഇന്നഹും യുഹാസബൂന വയുതാലബൂൻ വലൈസൂ മിഥ്ലകും. അവർ നിങ്ങളെ പോലെയല്ല കേട്ടോ, അവർ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അവർ ആ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി അവർ ഹിസാബിലാണ്, വിചാരണയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾ സ്വർഗത്തിൽ കയറണേ. അവർ വിചാരണ കഴിഞ്ഞ് നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ഇത് കേട്ട മാത്രയില കുഞ്ഞുമക്കൾ പറയുകയാണ്, ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബായിനാ വ ഉമ്മഹാതിനാ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലമുറ
മുറയിട്ട് അട്ടഹസിച്ച് നിലവിളിച്ചിട്ട് പറയുകയാ, അല്ലാ, ഞങ്ങളുടെ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആ ശബ്ദം കേട്ടിട്ട് അല്ല മലക്കുകളോട് ചോദിക്കുകയാ, യാ മലായികത്തി മാ ഹാദിഹി ലജ്ജ, എന്തേ ആ സ്വർഗത്തിന്റെ ഭൂമുഖത്തൊരു വല്ലാത്ത അപശബ്ദം കേൾക്കുന്നത് എന്തേ? ഉടനെ മലക്കുകൾ പറയുകയാണ്, റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ യഖൂലൂന ഇന്നഹും ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളായ മാതാപിതാക്കളുടെ മക്കളാണ് നിലവിളിക്കുന്നത്. അവർ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, മാതാപിതാക്കളില്ലാത്ത സ്വർഗത്തിൽ ഞങ്ങൾ പ്രവേശിക്കൂല, മാതാപിതാക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ദുനിയാവിൽ വെച്ച് മാതാപിതാക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, അതുകൊണ്ട് ഇനിയും സ്വർഗത്തിൽ മാതാപിതാക്കളില്ലാതെ ആ സ്വർഗത്തിന്റെ സുഗന്ധം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് ആ കുഞ്ഞുമക്കൾ വാശി പിടിക്കുകയാണ്. റബ്ബേ, ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർഡർ ഇടുകയാണ്, മലക്കുകളെ, തഖല്ലലു അൽ ജുമാ വഖുദൂ ബിഐദി ആബായിഹിം വ ഉമ്മാതിഹിം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാഖമാരോട് പറയുകയാ, ഏ മലക്കുകളെ, ആ കുഞ്ഞുമക്കളുടെ അപേക്ഷ പ്രകാരം അവരുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് അവരെ നിങ്ങൾ ഏൽപ്പിക്കണേ. അവർക്ക് വിചാരണ വേണ്ട, അവർക്ക് തെറ്റില്ല, അവർക്ക് കുറ്റമില്ല. ആ കുഞ്ഞുമക്കളോടുള്ള കരുണയുടെ പേരിൽ ആ മാതാപിതാക്കൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ഞാനിതാ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, മാപ്പ് ചെയ്തിരിക്കുകയാ. ആ മാതാപിതാക്കളോടൊപ്പം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ മലക്കുകളെ. എത്ര വലിയ ഭാഗ്യം! മാതാപിതാക്കൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗം. നാളെ സ്വർഗത്തിൽ ഈ കുട്ടി വാതിൽ നിൽക്കും. സ്വർഗത്തിൽ നിൽക്കും കുട്ടി. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഇതേപോലെ ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കിടാവ് മരിച്ചുപോയി നബിയേ, എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയി നബിയെ. വലിയ വിഷമത്തോടെ കരഞ്ഞ് കരഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് വിഷമം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അദ്ദേഹത്തിന്റെ മുണ്ടിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, ഇന്നഹു ലയജുറു കമാ ജുറു ഹാദാ തൗബ് ഇലൽ ജന്നാ. നിന്റെ വസ്ത്രം ഞാൻ വലിച്ചു പിടിക്കുന്നത് പോലെ നിന്റെ വസ്ത്രത്തിൽ നാളെ ആ കുഞ്ഞു വന്ന് പിടിച്ച് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുഞ്ഞുങ്ങൾ മരണപ്പെട്ടവർക്കൊക്കെ കിട്ടിയ വലിയ ഭാഗ്യമാണ്, ചെറിയ കാര്യമല്ല. ആ കുട്ടി നാളെ സ്വർഗത്തിൽ വാതിൽ നിൽക്കും. ഉപ്പ വരുമ്പോ ഉപ്പയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകും. ഉമ്മാന്റെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇഷ്ടപ്പെട്ടില്ലേ? ആ കുട്ടികളോടുള്ള കരുണയാണ് അല്ലാഹ് ചെയ്യുന്നത്, ആ കുഞ്ഞുങ്ങളോടുള്ള കരുണയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞത്, ഒരു കുട്ടിയുടെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ, ഒരു കുട്ടിയുടെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ അല്ലാഹു തആല ആ കുട്ടിയുടെ പിതാവിന്റെ അവസ്ഥയെ കുറിച്ച് ചോദിക്കും മലക്കുകളോട്. എന്തുണ്ട് ആ കുട്ടിയുടെ റൂഹിനെ പിടിച്ചപ്പോ ആ സഹോദരന്റെ അവസ്ഥ എന്താ? അദ്ദേഹം അല്ലാഹുവിനെ പുകഴ്ത്തി ഹമിദല്ലാഹു വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയുണ്ടായി. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലാഹു ഉപയോഗിച്ച വാക്കെന്നറിയോ? അഖബിൽതും സമറത ഫുആദിഹി. ആ മനുഷ്യന്റെ കരളിന്റെ കഷണമാണോ നിങ്ങൾ പിടിച്ചെടുത്തത്? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. കുഞ്ഞുങ്ങളോട് എത്ര വലിയ കരുണയാണ്! ആ മനുഷ്യന്റെ കരളിന്റെ കഷണത്തെയാണോ നീ പിടിച്ചത്? മലക്കുകളെ, അതേ അല്ലാഹ്, അതേ അല്ലാഹ്. നമ്മുടെ കൽബാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കൽബാണ് നമ്മുടെ മക്കൾ. അതല്ലേ ഫാത്തിമത്തു ഖിത്അത്തും മിന്നി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖിത്അത്ത്, ഫാത്തിമയുടെ ഖിത്അത്താണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ കൽബാണ്. നമ്മൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ മകളെ, എന്റെ മകളെ ഇത്ര മഹറിന് നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ച് തരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ കൽബ് പൊട്ടും. കാരണം നമ്മുടെ കൽബ് ഓഹരിച്ചത് കൊടുക്കുകയാണ്. നമ്മുടെ കൽബിന്റെ ഒരു ഭാഗം പറിച്ചു കൊടുക്കുകയാണ്. ഇത്ര നാള് നമ്മൾ ആറ്റുനോറ്റ് കൊണ്ടുവന്ന മകളെ ഇനി നമ്മുടെ സംരക്ഷണയിലല്ല, നമ്മുടെ തണലിലല്ല, മറ്റൊരാളുടെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഇതൊരു വലിയൊരു വിഷമമാണത്, വലിയൊരു പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അല്ലെങ്കിൽ ബിന്ദി എന്ന് പറയുന്ന ആ ഒരു സമയം, എന്റെ മകളെ നിനക്ക് ഞാൻ ഇത്ര മഹറിന് ഞാൻ വിവാഹം കഴിപ്പിച്ച് തരുന്നു എന്ന് പറയുമ്പോ എന്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്, എന്നിൽ നിന്ന് വിട്ടു എന്നുള്ള ഒരു വാക്കാണത്. ആ ഒരു കൽബ് നമ്മൾ പറിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെല്ലാം ഹബീബായ തങ്ങൾ ഹയാത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ വഫാത്തായി. ഇല്ല ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒഴികെ ബാക്കി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്തിൽ തന്നെ വഫാത്തായി. നബി തങ്ങളുടെ 3 കിടാങ്ങൾ മരിച്ചില്ലേ? നബി തങ്ങളുടെ 3 കിടാങ്ങൾ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇവര് 3 വഫാത്തായില്ലേ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കയ്യിലിരുന്നാണ് വഫാത്താവുന്നത്. അള്ളാന്റെ റസൂലിന്റെ കയ്യിലിരുന്ന് പനികൂടിയിട്ട് വിറച്ചിട്ട് വഫാത്താകുമ്പോ നബി തങ്ങൾ കരഞ്ഞു പോവുകയാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടുത്തിരുന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ്, നബിയെ അങ്ങ്, നബിയെ അങ്ങ് എന്നൊരു വർത്തമാനം മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങ് കരയുകയാണോ നബിയെ? ഞങ്ങളോട് കരയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യബ്ന ഔഫ് ഹാദിഹി റഹ്മാ, ഈ കണ്ണുനീർ റഹ്മത്തിന്റെ കണ്ണുനീരാണ്. യബ്ന ഔഫ്, എനിക്ക് എന്റെ മകന്റെ വേർപാടിൽ കരയാൻ ഒരു അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഇന്ന് ഞാനായിരിക്കും. ഇബ്ന ഔഫ് നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് പൊട്ടിക്കരയാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. കാരണം എന്റെ മകന്റെ വേർപാടിൽ എനിക്ക് അത്രയും ദുഃഖമായിരുന്നു. പക്ഷെ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ എന്റെ കൽബ് വേദനിക്കുന്നു, അതിന്റെ അടയാളമാണ് ഈ കണ്ണുനീർ. അതുകൊണ്ട് ഒരാൾ മരിച്ചാലും നമ്മൾ പൊട്ടിക്കരയാൻ പാടില്ല, കരയണം. കരയാതിരിക്കരുത്, കരയണം. ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ. 3 വിഭാഗം നമ്മളുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. ഒന്ന്, ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ്, ഒരാള് മരിച്ചു അതിന്റെ പേരിൽ നെഞ്ചത്തടിച്ച് കരയല്, തലക്കടിച്ച് കരയല്, മുഖത്തടിച്ച് കരയുന്നവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. വശഖൽ ജുയൂബ്, വസ്ത്രം വലിച്ചു കീറി ആക്രോശിക്കുന്നവരും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. വദആ ബിദഅവത്തിൽ ജാഹിലിയ, ജാഹിലിയങ്ങളെ നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ച് കരയുന്നവരും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. കരയണം. ഒരാൾ മരണത്തിന്റെ പേരിൽ മരിച്ചാൽ കരയണം, അത് റഹ്മത്താണ്. പക്ഷെ നിലവിളിച്ചുള്ള കരച്ചില് അത് ആ മയ്യത്തിനെ ഇടങ്ങേറാക്കും, മയ്യത്തിനെ വേദനിപ്പിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കരഞ്ഞത്. അപ്പൊ കുഞ്ഞുമക്കൾ, നബിതങ്ങളുടെ കുട്ടികൾ പോലും കരഞ്ഞു. അപ്പൊ ഈ കുട്ടി കരഞ്ഞു, അല്ല ഈ കുട്ടിയുടെ റൂഹിനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല അടുത്ത ചോദിച്ചതറിയോ? എന്താണ് അതിന്റെ പേരിൽ ആ സഹോദരൻ, എന്റെ ദാസൻ ചെയ്തത്? ക്ഷമിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, സമ്മൂ ബനൂ ലഹു ബൈതൻ ഫിൽ ജന്നാ, അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണേ മലക്കുകളെ. കുട്ടികൾ മരണപ്പെട്ട ഉള്ള ഓഫറുകളെ ചെറിയ ഓഫറൊന്നുമല്ല, ചെറിയ ഓഫറുകളല്ല, വലിയ ഓഫറുകളാണ്. ഹിസാബില്ല, വിചാരണയില്ല, ശിക്ഷയില്ല, സ്വർഗത്തിലൊരു വീട്. ഇവിടെ വെച്ച് കുട്ടികൾ മരിച്ചു എന്നറിഞ്ഞാൽ ബനൂ ലഹു ബൈതൻ ഫിൽ ജന്ന,
സ്വർഗത്തിൽ അദ്ദേഹത്തിനൊരു വീട് നിർമ്മിക്കണേ. സമ്മോഹോ, ആ സ്വർഗ വീടിന്റെ ഭവനത്തിന്റെ പേരും നിങ്ങൾ നൽകണേ. അൽ ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ്, സ്തുത്യർഹ ഭവനം എന്ന് പേരും നൽകണേ. നബിയുനാ റസൂലുള്ളാഹി. കുട്ടികൾ മരിച്ചുപോയാൽ ആരുടെ കുഞ്ഞ്? നിങ്ങളുടെയാ? കുട്ടികൾ മരണപ്പെട്ടു പോയാൽ അവർക്കൊരു പേര്, വീട്ടിൽ സ്വർഗത്തിലൊരു വീട്, ആ വീട്ടിന്റെ പേര് ബൈത്തുൽ ഹംദ്. നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ ജാഗ വേണം, വീടുണ്ടാക്കണം, അതിന് പൈസ വേണം, പേരിടണം, ത്യാഗമാണ്. ഇതൊന്നുമില്ല. കാരണം ഇത്ര ഒരു കുഞ്ഞിനെ, ഒരു കിടാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സ്നേഹമാണ്, വാത്സല്യാണ്. അല്ല തന്നു, അല്ല തിരിച്ചു വിളിച്ചു. അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് അള്ളാഹു തരുന്ന ഗുണങ്ങളാണ്, തരുന്ന ഫലങ്ങളാണ്, പ്രയോജനങ്ങളാണ്. ഈ കുട്ടികളെ ഒക്കെ നമുക്ക് നാളെ ആഖിറത്തിൽ കിട്ടും. ഇസ്ലാമിക അഖീദ പ്രകാരം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം നമ്മൾ ഇന്ന് മരിച്ചുപോയാൽ നമ്മുടെ അഹ്ലുകാരെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അങ്ങനല്ലേ? അല്ലേ ഉസ്താദേ? നമ്മൾ മരണപ്പെട്ടു പോയാൽ സ്വാലിഹീങ്ങളാണെങ്കിൽ, അതായത് ഈമാനുള്ളവരാണെങ്കിൽ, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരെയൊക്കെ നമുക്ക് ഖബർ മുതൽ അങ്ങോട്ട് കാണാം. അവരുടെ റൂഹും നമ്മുടെ റൂഹുമായി അള്ളാഹു ബന്ധിപ്പിക്കും എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ മരണപ്പെട്ടതോടുകൂടി എല്ലാം തീർന്നു പോകുന്നില്ല. നമുക്ക് നമ്മുടെ മുൻഗാമികളെ കാണാം. ഹദീസിൽ കാണാം, വാപ്പ മരിച്ചുപോയാൽ ആ കുഞ്ഞിനെ ഖബറിൽ അല്ലാഹു വാപ്പയോടൊപ്പം ചേർക്കുന്നത് കാണാം. സാലിഹീങ്ങൾക്ക് മാത്രം, മുഅ്മിനീങ്ങൾക്ക് മാത്രം അതിനുള്ള അവസരം അല്ലാഹു തആല നൽകുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് മാത്രം. അല്ലാഹു ആ മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോയാലും വിഷമിക്കാനൊന്നുമില്ല. മരിച്ചുപോയാലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുടുംബക്കാരെ നമുക്ക് കാണാം. നമ്മുടെ കുടുംബക്കാരെ കാണാം. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. ഇല്ലീനിൽ നമ്മുടെ റൂഹുകൾ രേഖപ്പെടുത്തും. അതുകൊണ്ടല്ലേ ദുആ ചെയ്യുന്ന പ്രവാചകന്മാർ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ് മുസ്ലിമായി മരിപ്പിക്കണേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. അധികാരങ്ങളൊക്കെ എനിക്ക് ദുനിയാവിൽ നീ നൽകിയൊക്കെ ശരിയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ആദീർ ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ. അതിനർത്ഥം എന്താ? നമുക്ക് സാലിഹീങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ദുനിയാവിൽ അങ്ങനെ സ്വാലിഹീങ്ങളുമായി സുഹബത്തുള്ളവർക്ക്, ബന്ധമുള്ളവർക്ക് മരണപ്പെട്ടതിന് ശേഷം അവരുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മരിച്ചതോടുകൂടി എല്ലാം തീരുന്നില്ല കേട്ടോ. മരിച്ചതോടുകൂടി തുടങ്ങുന്നതേ ഉള്ളൂ. മരിച്ചതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തുടക്കം മരണശേഷമാണ്. ഇപ്പൊ ദുനിയാവിൽ അല്ലാഹ് കുറച്ച് ഇടത്താവളം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പക്ഷെ മരണശേഷമാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം മരിക്കാൻ. സാലിഹീങ്ങളൊക്കെ മരണപ്പെട്ടു നന്മയുണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് അവരെ നമ്മൾ ഓർക്കുന്നത്, സ്മരിക്കുന്നത്. അവർക്ക് വേണ്ടി സിയാറത്തിന് ആളുകൾ വരുന്നു. പക്ഷെ നമുക്ക് വേണ്ടി നാളെ ആര് വരും? നമ്മളെ ആര് ഓർക്കും? ദുനിയാവിൽ എന്തെങ്കിലും നന്മ ചെയ്തു വെച്ചാൽ നമ്മളെ ഓർക്കാനും ആള് കാണും. ബഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല ഇന്നിവിടെ ഉള്ള നമ്മൾ ഓർക്കുന്നു. മിസ്രിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി റളിയല്ലാഹു തആല നമ്മൾ ഇന്നിവിടെ ഓർക്കുന്നു. ബഗ്ദാദിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹനഫി ഇമാം തങ്ങളെ നമ്മൾ ഇവിടെ ഓർക്കുന്നു. ലോകത്തുള്ള എത്രയോ വിദൂരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരെ നമ്മൾ ഇന്നിവിടെ ഓർക്കുന്നു, സ്മരിക്കുന്നു, ദുആ ചെയ്യുന്നുവെങ്കിൽ ഓർക്കണം, അവർ ഈ ലോകത്തിന് ചെയ്ത നന്മയുടെ ബർക്കത്താണത്. നന്മയുടെ ബർക്കത്താണ്. നമ്മളും അതുപോലെ നന്മകൾ ചെയ്തു വെച്ചാൽ നമ്മളും ഇതേപോലെ ഓർക്കപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇവിടെയല്ല. ഇനി നമുക്കൊരു ജീവിതമുള്ളത് നമ്മൾ ബർസഖിയായ ജീവിതത്തിലാണ്. അത് നമ്മൾ മരണശേഷമാണ്. അവിടെ ആരും നമ്മളെ ഓർക്കാൻ കാണില്ല. അവിടെ മുതൽ നമ്മളെ ഓർക്കാൻ നമ്മൾ തന്നെ അമലുകൾ ചെയ്തു വെച്ചു പോകണം. അതാണ് അമലെ സ്വാലിഹാത്ത്.
വൽബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറു നമല. അതിൽ ഒരു വിഭാഗം ആളുകളാണ് കുട്ടികൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒരാൾ മരണപ്പെട്ടാൽ എല്ലാം മുറിഞ്ഞു പോകുമത്രേ. അതിൽ ഒന്ന് മിൻ അമലിൻ സാലിഹിൻ, സാലിഹായ അവന്റെ അമലാണ്. മിൻ സദഖത്തിൻ ജാരിയ, അവൻ ചെയ്ത ജാരിയായ സദഖ. മൂന്ന് മിൻ വലദിൻ സാലിഹിൻ, അവന്റെ സാലിഹായ സന്താനങ്ങളുടെ ദുആയാണ്. വാപ്പാക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്തിട്ടുണ്ടോ? വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടോ? മൻ സാര ഖബറ അബവൈഹി ഫീ കുല്ലി ജുമുഅ ഗുഫിറ ലഹു വകുതിബ ബർറാ. ആരെങ്കിലും മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ സിയാറത്ത് ചെയ്താൽ അവർക്ക് പൊറുക്കപ്പെടുകയും നന്മ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ ഓർക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും മക്കൾ ദുആ ചെയ്താൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിലും അതിന്റെ സവാബ് കിട്ടും. അങ്ങനെ വാപ്പയെ ഉമ്മയും ഓർക്കുന്ന മക്കളെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. കുറെ മക്കളെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? മെസ്സിയുടെ പിന്നാലെ എംബാപ്പയുടെ പിന്നാലെയും നെയ്മറിന്റെ പിന്നാലെയും പോകുന്ന മക്കളെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അവൻ നാളെ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫിർ ലി എംബാപ്പ, അല്ലാഹുമ്മ ഗഫിർ ലി മെസ്സി, അല്ലാഹുമ്മ ഗഫിർ ലി നെയ്മർ. ഇവനെ ഉണ്ടാക്കിയ വാപ്പ ഓർക്കാൻ മക്കളില്ല. ഉമ്മ 10 മാസം കൊണ്ട് നടന്ന ഉമ്മ, 2 വർഷം മുല കൊടുത്ത ഉമ്മ, ചോറ് വാരി വായിൽ വെച്ചു കൊടുത്ത ഉമ്മ, അവന്റെ കാഷ്ടവും മൂത്രവും കഴുകി വൃത്തിയാക്കിയ ഉമ്മ, അവനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഉമ്മ. ആ ഉമ്മയെ ഓർക്കാൻ ഈ മക്കൾക്ക് സമയമില്ല. ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇങ്ങനെ കുറെ മക്കൾ ഉണ്ടായത് കൊണ്ട് ഫായതയുണ്ടോ? കാര്യമുണ്ടോ? ഒരിക്കലും ഒരു കാര്യവുമില്ല. നല്ല മക്കളുണ്ടാകുന്നത്. അപ്പൊ മരണപ്പെട്ടതിന് ശേഷം ഗുണം ഉണ്ടാകുന്ന കാര്യമാണ് സ്വാലിഹീങ്ങളായ മക്കളുടെ ദുആയുടെ ബർക്കത്ത്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളായതുകൊണ്ടാണ് ഗസയിലെ മക്കൾ മരിക്കാൻ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, യുദ്ധത്തിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയാം. യുദ്ധം നടക്കുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ബൈത്തുൽ മുഖദ്ദസ് കാണാൻ പോയപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ തിരുമുറ്റത്ത് വെച്ച് 11 വയസ്സുള്ള ഒരു കൊച്ചുമോനെ കണ്ടുമുട്ടുകയുണ്ടായി. ആ 11 വയസ്സുള്ള മകനോട് ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ എവിടെ? മുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, സ്വർഗത്തിലാ. നിന്റെ ഉപ്പ എവിടെ? സ്വർഗത്തിലാ. വാപ്പായും ഷഹീദായി, ഉമ്മയും ഷഹീദായി. നീ മാത്രമാണെന്ന് പറഞ്ഞപ്പോ വളരെ വിഷമത്തോടെ കണ്ണു നിറഞ്ഞു പോയ ആ തീർത്ഥാടക സംഘങ്ങൾ ഉടനെ ആ മകനോട് പറഞ്ഞു, മകനേ, നീ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വന്നാൽ നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാം, ഹാഫിളാക്കാം, നല്ല ഒരു വ്യക്തിയാക്കി ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഉടനെ ആ 11 വയസ്സുകാരനായ ബാലൻ പറയുകയാ, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ എന്റെ ഉമ്മ ഉപ്പ പോയ സ്ഥാനത്ത് എനിക്കും ഷഹീദാകാൻ കഴിയോ? ഷഹീദാവാൻ ആ മക്കളും തയ്യാറായിരിക്കുകയാണ്. ഷഹീദാവാൻ പേടിയൊന്നുമില്ല. കാരണം ശുഹദാക്കളുടെ സ്ഥാനം വലുതാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ അത്രയും മക്കൾ ഷഹീദായിട്ട് പോലും അവർക്കൊരു പേടിയുണ്ടോ? അവർക്കൊരു വിഷമമുണ്ടോ? അവർക്കൊരു പ്രയാസമുണ്ടോ? ഇല്ല. എന്താ കാരണം? ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. എത്രയെത്ര പ്രവാചകന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. എത്രയോ അനുഗ്രഹീതമായ മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അവിടെ പോയി 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണേ.
ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, നമുക്കവിടെ പോയി നമസ്കരിക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാ, എങ്കിൽ നിങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു വിളക്ക് വാങ്ങി കൊടുക്കണേ. ആ ബൈത്തുൽ മുഖദ്ദസിന് ആവശ്യമുള്ളത് അവിടേക്ക് നിങ്ങൾ വാങ്ങി സദഖ ചെയ്യണേ. ആരെങ്കിലും അങ്ങനെ സദഖ ചെയ്താൽ കാന കമൻ സല്ലാ ഫീഹി, അവൻ അവിടെ ആ പള്ളിയിൽ നമസ്കരിച്ചവനെ പോലെയാണ്. നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ഈ ബൈത്തുൽ മുഖദ്ദസിലേക്കൊക്കെ ചെയ്യുന്ന സദഖ, അതിന്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ചതിന് കൂലി കിട്ടും. അങ്ങനെ കിട്ടും. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയവരുടെ പട്ടികയിൽ നമ്മളും പെടും. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇറങ്ങിയ സ്ഥലം, എല്ലാ പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി നമസ്കരിപ്പിച്ച സ്ഥലം, ഹൂറുൽ ഈങ്ങളെ കാണണമെന്ന് അല്ലാഹ് ഇവിടെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്തു, അല്ലാഹു തആല അവിടെ കാണിച്ചു കൊടുത്തു. അല്പസമയത്തേക്ക് നബി തങ്ങൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അതും നടന്ന സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടും ആ സ്ഥലത്തെ ബൈത്തുൽ മുഖദ്ദസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ സ്ഥലം, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എറുമ്പ് സംസാരിച്ച സ്ഥലം നമ്മൾ മനസ്സിലാക്കണം. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിവാരങ്ങളും നടന്നു പോകുമ്പോ ഇതാ എറുമ്പിൻ കൂട്ടങ്ങൾ എന്തോ പരസ്പരം സംസാരിക്കുകയാണ്. ഹത്താ ഇദാ തൗ അലാ വാദിൻ നംൽ ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഅതിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശഉറൂൻ. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. വാദിന്നംലെന്ന് പറയുന്ന പവിത്രമേറിയ സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. അത് ഏതാണ് ആ വാദിന്നംലെന്നറിയോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയും പരിവാരങ്ങളും നടന്നു പോകുമ്പോ എറുമ്പിന്റെ നേതാവ് വിളിച്ചു പറയുകയാണ്, എറുമ്പിൻ കൂട്ടങ്ങളെ, ഇതാ സുലൈമാനും പരിവാരങ്ങളും വരികയാ, പെട്ടെന്ന് നിങ്ങൾ മാളത്തിലേക്ക് കയറിക്കോ, അല്ലെങ്കിൽ അവരറിയാതെ നിങ്ങളെ ചവിട്ടി കൊന്നുകളയും കേട്ടോ എന്ന് എറുമ്പിൻ കൂട്ടം വിളിച്ചു പറഞ്ഞപ്പോ അത് കേൾക്കാനുള്ള ഭാഗ്യം സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയില്ലേ? അങ്ങനെ സുലൈമാൻ നബി ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി ചിരിക്കുകയായി. വലിയ ഭാഗ്യം കൊടുത്തു, അത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അത്ര വലിയ ഭാഗ്യം. അപ്പൊ സുലൈമാൻ നബി ചിരിച്ചിട്ട് ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങളും എത്രയോ വലുതാണ് പടച്ചവനേ. അല്ലാഹുവേ, മരണം വരെ എന്റെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും നീ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ അത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്.
طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ലരിക്ക് തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സിയാറത്ത് കഴിഞ്ഞിട്ട് വരും. അതുവരേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഞാൻ പോവും. ബാക്കി തങ്ങളുടെ ആത്മീയ പ്രഭാഷണം എല്ലാം സദസ്സിൽ കയറി കയറി ഇരിക്കപ്പാ. അങ്ങോട്ട് അടുത്തടുത്ത് വന്ന് കയറി ഇരിക്കും. സദസ്സ് നമ്മൾ റാഹത്താക്കി കൊടുക്കണ്ടേ? അതല്ലേ നമുക്ക് ഏതൊരു കാര്യത്തിനൊരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സദസ്സിൽ വന്നിരിക്കണം. എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ചുറ്റി നിന്നിട്ട് തിരിഞ്ഞു കളിക്കാന്ന് പറയും നമ്മുടെ ഭാഷ. കുറെ ആളുകൾ ചന്തയിൽ നിൽക്കും, കുറെ ആളുകൾ റോഡിൽ നിൽക്കും. ഒരു 8-10 പൊട്ടന്മാരെയും വെച്ച് ഒരു പൊട്ടൻ പ്രസംഗിക്കും. ഇത് തന്നെ പരിപാടി. എല്ലാവരും ഉണ്ട് പരിസരങ്ങളിൽ. ഇതല്ല വായുണ്ട പൊട്ടനും ചട്ടി ഇതന്നെ സംഭവം. ആർക്ക് വേണ്ടി പ്രസംഗിക്കാൻ? പനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഒന്നിരുന്ന് പ്രസംഗിക്കൂല, കേൾക്കണം. നമ്മൾ നേരിട്ടിരുന്ന് വാത് കേൾക്കണം. മജ്‌ലിസുൽ ഇൽമാണെന്നൊക്കെ നമ്മളിവിടെ ഉസ്താദും അധ്യക്ഷനും ഒക്കെ ഇവിടെ പറഞ്ഞു. ഇൽമിന്റെ മജ്‌ലിസാണ്, സ്വർഗ്ഗ പൂന്തോട്ടമാണ്. സ്വർഗം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തന്നാൽ നിങ്ങൾ പുറത്തു വയ്ക്കോ? ആരെങ്കിലും സ്വർഗം കാണിച്ചെന്നാ പുറത്തു വെക്കോ? ഇവിടുത്തെ ഒരു ചെറിയൊരു കളി, ചിരി, ഒരു ഡാൻസ് ഒക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം. എത്ര വെളിയിലുള്ളവർ അകത്തേക്ക് വരാൻ ശ്രമിക്കും, അടുത്ത് വരാൻ നോക്കും. ഡാൻസ് ആടുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് വരാൻ നോക്കും, തൊട്ട് താഴെ. സ്വർഗം നമുക്ക് കാണിക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ കയറണമെങ്കിൽ അതിനു മുമ്പ് കുറച്ച് പണിയുണ്ട്. വെറുതെ ഒന്നും അല്ലാഹു തആല സ്വർഗം തരൂല. നമ്മുടെ വിഷയം അതാണ്. ഞാനങ്ങനെ പറഞ്ഞു കൊണ്ടുവയ്ക്കാണ്. കുറച്ചുകൂടെ നല്ലപോലെ ശ്രദ്ധിക്കും. ഞാനത് പറഞ്ഞൊരു പരിസരത്തിൽ എത്തിച്ചിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊടുക്കാം. ഞാനൊരു 10-11 വരെ പ്രസംഗിക്കാം. സമയം കളയണ്ട. അൽഹംദുലില്ലാഹ്. അപ്പൊ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച സ്ഥലം അതാണ് വാദ് നംല്. അതവിടെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ആ പരിസരമാണ്. അർളെ മുഖദ്ദസ യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളെയും കൊണ്ട് നടന്ന സ്ഥലമല്ലയോ? 40 വർഷക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൻഫഉ ബിദ്ദുആഇ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ കമാ ഖാല അലൈഹിസ്സലാം. ഇറങ്ങാൻ പോകുന്ന വിപത്തുകളെയും ഇറങ്ങിയ വിപത്തുകളെയും തടയാൻ ദുആ കൊണ്ട് പ്രയോജനമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു വിപത്ത് വരാതിരിക്കാനും വന്നതിനെ എത്രയും വേഗം ഒഴിവാക്കി കിട്ടാനും ദുആയാണ് പരിഹാരം. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിൽ നിരാശപ്പെടാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ ഫഅലൈക്കും ബിദ്ദുആഇ അബ്ദല്ലാഹ് ഫഅലൈക്കും ബിൽ ഇബാദി ബിദ്ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അലൈക്കും ബിദ്ദുആ, നിങ്ങൾ ദുആ മുറുകെ പിടിക്കണേ, ദുആ മുറുകെ പിടിക്കണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുകയാണ്, ദുആ ചെയ്യുന്നതിലൂടെ അല്ലാഹു തആല ഖളാ ഖദർ പോലും മാറ്റിക്കളയും. ചിലപ്പോ നിന്നെ ഒരു ആക്സിഡന്റിൽ മരിപ്പിക്കണം എന്നാണ് അള്ളാന്റെ തീരുമാനം. എന്നാൽ നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹു തആല ആ ഒരു ഇടങ്ങേറ് മാറ്റിത്തരും. ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയും, ഇന്ന ദുആ യറുദ്ദുൽ ഖദറ. ഖദർ
ഖദറിനെ അല്ലാഹു തആല തള്ളിക്കളയും ദുആയുടെ ബർക്കത്ത് കൊണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച് ആവേശത്തോടു കൂടി അല്ലാഹുവോട് ചോദിച്ചാൽ അവൻ അത് തരും. പക്ഷേ നമ്മൾ ക്ഷമിച്ചിരിക്കണം. ഇന്നിപ്പോ അങ്ങോട്ട് ദ്വാരുന്നു, സുബൈക്ക് മുമ്പ് നിങ്ങളുടെ കാര്യം സാധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് കുറച്ച് സബൂറാക്കണം. അങ്ങനെ ആയിരുന്നില്ല പ്രവാചകന്മാരൊക്കെ ദുആ ചെയ്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എപ്പോഴാണ് അം ഹസബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബസാ വല്ലറാ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹു തആല പറയുകയാണ്, ലാഘവത്തോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കയറാമെന്ന ബോധ്യമുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ലാതെ സുഖലോലുപരായി ദുനിയാവിൽ ജീവിച്ചിട്ട് ലാഘവത്തോടെ സ്വർഗ്ഗത്തിൽ കയറാമെന്ന ബോധ്യം വേണ്ട കേട്ടോ. മുൻഗാമികളായ പ്രവാചകന്മാരെ അനുയായികളെ കിടുകിട അല്ലാഹു വിറപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു, പ്രവാചകനും അവരുടെ അനുയായികളും വിറയാർന്ന സ്വരത്തിൽ അവർ പോലും അല്ലാഹുവോട് ചോദിക്കുകയാ, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അല്ലാഹുവേ നിന്റെ സഹായം, എപ്പോഴാണ് അല്ലാഹുവേ നിന്റെ സഹായം എന്ന് അവര് പോലും ചോദിച്ചിരുന്ന ചരിത്രം നിങ്ങൾ മറന്നുപോയോ? അലാ, അറിയണേ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ ദുആ അല്ലാഹു തട്ടിക്കളയൂല കേട്ടോ. ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട് കേട്ടോ. പഠനയുണ്ട്, സബൂർ. മൂന്നാമത്തെ ഒരു പ്രാവശ്യം കൂടെ വിജയിക്കും, അതോടുകൂടി ലോകാവസാനാണ്. നിങ്ങൾ കുറച്ച് സബൂറാക്കണം. ഇന്നിപ്പോ അങ്ങോട്ട് ദുആ ചെയ്താൽ നാളെ തന്നെ സാധിക്കുമെന്ന് കരുതിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ദുആ ചെയ്താൽ, ഒരാൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു, അവൻ പെണ്ണ് കെട്ടണം, പെണ്ണ് കെട്ടിട്ട് ശാരീരികമായി ബന്ധപ്പെടണം, അതിലെ കുറവുകളൊക്കെ നീങ്ങണം, പിന്നെ ഒരു വർഷം കഴിയണം, അതൊക്കെയല്ലേ ഒരു കുട്ടിയെ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നിപ്പോട്ട് ദുആ ഇരുന്ന നാളെ അല്ലാഹു തആല മോളിൽ നിന്നുകൊണ്ട് പാർസൽ സർവീസിൽ മക്കളെ ഇറക്കി കൊടുക്കാൻ പറ്റുമോ? എല്ലാത്തിനും കുറച്ച് ത്യാഗമുണ്ട്, ഏതിനും പരിശ്രമമുണ്ട്. റിസ്ഖ് അല്ലാഹ് എന്ന് പറഞ്ഞ പുറയിൽ കുത്തിയിരുന്നാലൊന്നും റിസ്ഖ് കിട്ടൂല. നമ്മൾ അതിനിറങ്ങി പരിശ്രമിക്കണം. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ്. ഇദാ റഫഅ അബ്ദഹു യദൈഹി, അല്ലാഹുവിന്റെ മുന്നിൽ തന്റെ ദാസൻ കൈ ഉയർത്തി കഴിഞ്ഞാൽ വെറും കൈയോടെ മടക്കുക എന്നത് യസ്തഹി, അല്ലാഹു ലജ്ജിക്കുന്ന കാര്യമത്രേ. അല്ലാഹുവിന്റെ ദാസൻ കരങ്ങൾ ഉയർത്തിയിട്ട്, പടച്ചവനെ എനിക്കത് തരണേ അല്ല, എന്റെ കാര്യം സാധിച്ചു തരണേ അല്ല, എന്റെ രോഗം മാറ്റി തരണേ അല്ല, എന്റെ കടങ്ങൾ വീട്ടി തരണേ അല്ല, പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണേ അല്ല, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കരഞ്ഞ് നിലവിളിച്ച ഒരാൾ ദുആ ചെയ്തിട്ട് അത് ഒന്നും കൊടുക്കാതെ വെറും കൈയോടെ മടക്കുക എന്നത് അള്ളാന്റെ ഇസ്സത്തെ യോജിച്ചതല്ല. യസ്തഹി, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ വഖായിബത്തൈൻ. ഒരാളുടെ കൈ വെറും കൈയോടെ മടക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് യോജിച്ച പരിപാടിയല്ല, അവന്റെ ഇസ്സത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് അള്ളാഹ് ലജ്ജിക്കുന്നു വെറും കൈയോടെ മടക്കുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹ് മടക്കി തരും, നമുക്ക് കൈ നിറച്ചു തരും. പക്ഷെ ദുആ നമ്മൾ ചെയ്യണം. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. കണ്ടോ, അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. ദുആ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്. കണ്ടോ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി ഐ അൻ ദുആഇ,
എന്നോട് ദുആ ചെയ്യാതെ പിന്തിരിയുന്നവൻ, ദുആ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്. കണ്ടോ, കിബറന്മാരാണ് ദുആ ചെയ്യാത്തവൻ. നമുക്കൊക്കെ ഒരു ദുആയുടെ മജ്ലിസ് വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു ദുആയുടെ സദസ്സ് വെക്കുമ്പോ അതിന് വലിയ മഹത്വം കാണൂല. ദുആ ചെയ്യാതെ ആരാണോ പിന്തിരിയുന്നവൻ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായി നരകത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം. ദുആ രണ്ട് രീതിയിലാണ്. ഒന്ന് ദുആഉൽ ഇബാദത്ത്, രണ്ട് ദുആഉൽ മസ്അലത്ത്. കേട്ടോ, ഒന്ന് ദുആഉൽ ഇബാദത്ത്, ഇബാദത്തിലൂടെ നമ്മുടെ ദുആ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും, ദുആ നടന്നുകൊണ്ടേയിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ലിസാനുൽ ഹാൽ എന്നാണ് അത് പറയുക. രണ്ടാമത് ദുആഉൽ മസ്അല, ചോദിച്ചു വാങ്ങുക. ലിസാനുൽ മഖാൽ എന്നാണ് അതിന് പറയുക. സാലിഹായ അമൽ ചെയ്യുമ്പോൾ നമസ്കാരം, മൻ അമല സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരാണോ സത്യവിശ്വാസിയായിരിക്കെ ഈമാനോടുകൂടി സ്വാലിഹായ അമൽ ചെയ്യുന്നത്, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഭൗതികമായ ലോകത്ത് അവന് സുഭിക്ഷമായ ജീവിത വിഭവങ്ങൾ നാം നൽകുമത്രേ. നല്ല ജീവിതം നൽകും. അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവന്റെ കാര്യങ്ങൾ നടക്കും. നമസ്കാരത്തിൽ നമ്മൾ എത്ര ദുആ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നമസ്കാരത്തിൽ എത്ര ദുആ ഇബാദത്താ. നമ്മൾ കൈകൾ ഉയർത്താറില്ല, പക്ഷെ നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അതാണ് ദുആഉൽ ഇബാദ. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എത്ര വലിയ ദുആയ, സമയമില്ല അതിനൊന്നും അർത്ഥം പറയാൻ. എത്ര വലിയ ദുആയാണെന്നറിയോ? ഇത് മാത്രം കബൂലായാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. റബ്ബി ഗഫിർലി, പൊറുത്തുതാ, വർഹംനി, കരുണ ചൊരിയണേ, വജ്ബുർനി, എന്റെ സകലമാന കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ, വർസുഖ്നി, ഭക്ഷണം നൽകണേ അല്ലാ, വഹ്ദിനി, നേരായ പാതയിലൂടെ സഞ്ചരിപ്പിക്കണേ അല്ലാ, വആഫിനി, ആരോഗ്യം നൽകി സംരക്ഷിക്കണേ അല്ലാ. എത്ര വലിയ ദുആയാണ് നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്നറിയോ? ഇത് ദുആഉൽ ഇബാദത്താണ്. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ദുആയും കൂടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഫറഗ്ത മിനത് തശഹുദിൽ ആഖിർ ഫൽയതഅവദ് ബില്ലാഹി മിൻ അർബഅ. അവസാനത്തെ അത്തഹിയാത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കാതെ നിങ്ങൾ പൂർത്തിയാക്കരുത് കേട്ടോ. 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം നമസ്കാരത്തിൽ. നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അവസാനത്തെ തഹയ്യാത്തിൽ 4 കാര്യങ്ങൾ: മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ചർച്ചയാണ്. ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഫലസ്തീൻ കഴിഞ്ഞാൽ ഇമാം മഹദി, പിന്നെ ദജ്ജാല്, പിന്നെ ഈസാ നബി, പിന്നെ ഖിയാമത്ത് നാള്. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. അങ്ങനെ വേണം പോകാൻ. എന്റെ റൂട്ട് അങ്ങനെയാണ്. അതങ്ങനെ ഇപ്പൊ പെട്ടെന്ന് 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ദജ്ജാലിനെ ഉമ്മത്തിന് പരിചയപ്പെടുത്തണം. ദജ്ജാലിനെ ആളുകൾ ഇന്ന് മറന്നു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദജ്ജാലിനെ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ട ഒരു സാധനമാണ് ഈ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നിസ്കാരത്തിൽ ഓർക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഓതി ദുആ ചെയ്തതിനു ശേഷമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുകൊണ്ട് ഫലസ്തീന്റെ വിഷയത്തിൽ സുഹൃത്തുക്കളെ, സഹോദരൻ, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചും അതിന്റെ പരിസരങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. തീർന്നിട്ടില്ല. നബിതങ്ങൾ ഇതെല്ലാം പ്രവചിച്ച സത്യമാണ്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം പരിശുദ്ധ പ്രവാചകനും ഖുർആനും നമുക്ക് നല്ല വ്യക്തമായ മറുപടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം, വിലയിരുത്തണം, മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. നമ്മൾ ദുആ ചെയ്യണം. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്
എത്രയും വേഗം നമുക്ക് മോചിപ്പിച്ച് കിട്ടാനും സ്വസ്ഥമായി അതിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കാനും അവിടെയുള്ള ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ശുഹദാക്കൾ അവരെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും ഒരു നല്ല നിയ്യത്തോടെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ദുആ ഏത് സമയത്തും നമ്മൾ ചെയ്യണം. ഇജാബത്ത് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും സദസ്സുകളിലും നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യണം. ആ ദുആയിലൂടെ അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കും. ഏത് ഇടങ്ങേറുകളും ഒഴിവാക്കി തരും ദുആയാണ്. ആയുസ് വർദ്ധിപ്പിച്ചു തരും ദുആയാണ്. റിസ്ക് വർദ്ധിപ്പിച്ചു തരും ദുആയാണ്. അതുകൊണ്ട് ദുആയിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന നമസ്കാര ശേഷമുള്ള, അതേപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, മഴ പെയ്യുന്ന സമയത്ത്, സദഖകൾ ചെയ്യുന്ന സമയത്ത്, ഖുർആൻ ഓതിയതിനു ശേഷം, ഖത്തം ഓതിയതിനു ശേഷം, ഇതേപോലെ ഇൽമിന്റെ മജ്ലിസ്, ഇതൊക്കെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ആത്മാർത്ഥമായി ദീർഘസമയം നമ്മൾ ദുആ ചെയ്യണം. ആ ദുആയിൽ നിന്ന് ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. സ്വീകരിച്ചില്ലല്ലോ ഇല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. സ്വീകരിക്കും. ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി ഇല്ല ദുആ. ദുആ അല്ലാതെ ഏറ്റവും വലിയ ഉയർന്ന ഒരു സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ മറ്റൊന്നുമില്ല. ദുആയ്ക്ക് അത്രയ്ക്ക് വലിയ സ്ഥാനമാണ്. അദ്ദുആ മുഖുൽ ഇബാദ. ഇബാദത്തിന്റെ മജ്ജയാണ്, മാംസമാണ് ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടെയെല്ലാം നമുക്ക് ദുആ ചെയ്യാൻ കഴിയുമോ ദുആ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ പോലീസ് ദുആ പേടിച്ചിട്ട് ഡൽഹിയിലെ പോലീസ് ഖത്തീബന്മാരോട് പറഞ്ഞു, ആരും ഇനി ദുആ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞ സംഭവം. ദുആയെ പേടിയുള്ളതുകൊണ്ടല്ലേ. ദുആ ചെറിയ കളിയല്ല, വലിയ വില്ലനാണ്. ബദരീങ്ങളെ രക്ഷപ്പെടുത്തിയത് ദുആയാണ്. ഒന്നുമില്ലായിരുന്നവർക്ക് ഈമാൻ, ദുആ, വേറെ ഒന്നുമില്ല. നബിതങ്ങളൊക്കെ വിജയം കിട്ടുമെന്ന് ഉറപ്പായി. എന്നിട്ടും അവർ ദുആ ചെയ്തു. നബിതങ്ങൾ രാത്രി ഒറ്റയ്ക്ക് ദുആ ചെയ്തു. ശരീരത്തിൽ നിന്ന് മുബാറക്കായ തുണി താഴേക്ക് വീണു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിർത്ത്, മതി, അല്ലാഹ് അങ്ങേക്ക് വിജയം തരും. എന്നിട്ട് നബിതങ്ങൾ വിട്ടില്ല ദുആ. അതിന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. ആയിഷ ബിയെ വീട്ടിൽ കിടത്തിയിട്ട് ജന്നത്തുൽ ബഖീൽ പോയി നബിതങ്ങള് കൈ ഉയർത്തി ദുആ ചെയ്തു. കക്ഷത്തിന്റെ ഭാഗം കാണാമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ദുആ ചെയ്ത നബിതങ്ങള് പാതിരാ സമയത്ത് ദുആ ചെയ്തു. എന്റെ മഹത്വം ചെറുതല്ല. അതുകൊണ്ട് നമ്മൾ നിരാശരാകരുത്. ഞാനിത് പറയാൻ കാരണം, ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ദുആ ചെയ്തിട്ട് ഒരു ചങ്ങാതി നമ്മുടെ പള്ളിക്കിടക്ക് വന്ന് ചോദിച്ചിട്ട്, ഉസ്താദെ, അല്ലാഹ് ഇസ്രായേലിക്കാരുടെ കൂടെയാ, നമ്മളെ കൂടെ ഒന്നും അല്ലാഹ് ഇല്ല ഉസ്താദെ. ആ അവസ്ഥ വരെ എത്തി ഉമ്മത്ത്, അത്രയ്ക്കും എത്തി. അങ്ങനെ പാടില്ല. തീർച്ച നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. നിങ്ങൾ ദുആ ചെയ്യ്, മൂഖിനൂന ബിദ്ദുആ, എന്റെ ദുആ സ്വീകരിക്കുമെന്ന നിയ്യത്തിൽ ദുആ ചെയ്യ്. അലസതയോടുകൂടിയൊക്കെ നമ്മൾ ദുആ ചെയ്താൽ ഒരിക്കലും സ്വീകരിക്കില്ല. പിന്നെ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരേ ഒരു ന്യൂനത അതിൽ കാണും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ അംശമുണ്ടാകാം, നമ്മൾ സമ്പാദിക്കുന്നതിൽ ഹറാമിന്റെ അംശമുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ ദുആയ്ക്ക് ഇജാബത്ത് കുറവ്. ഇല്ല എങ്കിൽ ഒരിക്കലും ആ ദുആയ്ക്ക് ഇജാബത്ത് കുറവാവുകയില്ല, ഉറപ്പായ കാര്യമാണ്. അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ, അമലുകളെ സ്വീകരിക്കട്ടെ, നസീഹത്തുകളെ സ്വീകരിക്കട്ടെ, ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫലസ്തീനിന്റെ മക്കൾക്ക് സഹായം കൊടുക്കട്ടെ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ലോകത്തിന് സമാധാനം നൽകട്ടെ. സമാനീവ ആഗുദി സമാന ഹൃദയാനിവ സമാന മസ്തുവോ മനോ യദാവ സുസഹാസിദി. എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഈ കൗവൽ എന്ന് പറയുന്ന ഈ ചെറിയ പ്രദേശത്ത് അൽഹംദുലില്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും എല്ലാവരും കാണും. ആ ഒരു മാനവ മൈത്രിയും ആ ഒരു മാനവികതയും നമ്മുടെ നാടിനുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മനുഷ്യൻ പരസ്പരം സഹായിയും സ്നേഹമുള്ളവനുമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരു പാരമ്പര്യവും ആ ഒരു സാഹചര്യവുമാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മുടെ ഇവിടെ ഓല മെടഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഉറൂസിന് വേണ്ടി ഇത്ര വലിയ വിശാലമായ പന്തലുണ്ടാക്കി തരാൻ ഹൈന്ദവ സഹോദരികളായ നമ്മുടെ നാട്ടുകാരികളായ ഇവിടുത്തെ അമ്മമാര്, ചേച്ചിമാര് തയ്യാറായെങ്കിൽ ഓർക്കണം, നമ്മൾ ഇവിടുത്തെ ഓരോ ഭക്ഷണങ്ങളും ഇവിടുത്തെ ഒജീനങ്ങളും എല്ലാം അവർക്കും നമ്മൾ ഓഹരി ചെയ്യുമ്പോൾ അവരും വളരെ ഭവ്യതയോടുകൂടി അതെല്ലാം അവർ വാങ്ങിക്കഴിക്കുമ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷവും അവർ പങ്കിടുന്നുവെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മാനവികതയാണ് നമുക്ക് വേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച മാനവികത ഇത് തന്നെയാണ്. ജൂതന്റെ മൃതശരീരം ഇന്ന് മനുഷ്യനെ കൊല്ലുന്ന ജൂതൻ, ആ ജൂതന്റെ മൃതശരീരം കൊണ്ടുപോയപ്പോ ആദരവായ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചെങ്കിൽ സഹാബത്ത് പറഞ്ഞു,
ജൂതനാണ് നബിയെ, മനുഷ്യനെ കൊല്ലുന്ന ജൂതനാണ് നബിയെ. ഇല്ല, അവനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യനാണ്. ആ മനുഷ്യത്വത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. അങ്ങനെ മാനവികതയ്ക്ക് വില നൽകിയ പരിശുദ്ധ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര എന്താണ്? ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ. വർഗീയതയുടെ പേരിൽ ചത്തുപോകുന്നവനോ, വർഗീയതയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവനോ, വർഗീയതയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവനോ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായ നമുക്ക് മാനവികത, മനുഷ്യത്വം, ആ ഒരു മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്, ഇദാ തബഖ്ത മരിഖതൻ ഫക്സിർ മാഅഹ വതആഹദ് ജീറാനക. നീ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നീ പാചകം ചെയ്യ്. അയൽപക്കത്തുള്ളവരെ കൂടി നീ പരിഗണിക്കുക. ആരാ പഠിപ്പിച്ചത്? നബിയാ പഠിപ്പിച്ചത്. നമ്മൾ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് നമ്മളിന്ന് കറി റോസ്റ്റ് ആക്കിയിട്ട് വെള്ളം കുറയ്ക്കുന്നു, ആർക്കും കൊടുക്കൂല. അതുകൊണ്ട് ഹോട്ടലുകാരാ പണിയായിട്ടെടുത്തു, നല്ല വെള്ളം കൂട്ടിയിട്ട് ചമ്മന്തി സാമ്പാർ അധികരിച്ച് എല്ലാവരും കൊടുക്കണം. തൊട്ടയൽപക്കത്തുള്ള ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരും ആകട്ടെ, ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇത് പരിശുദ്ധ പ്രവാചകൻ. ഇതാണ് സ്നേഹം അടുപ്പിക്കാൻ ഏറ്റവും വലിയ കാരണം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു ഐക്യവും ഒരു സാഹോദര്യവും നമ്മുടെ നാട്ടിലും വിശിഷ്യ ഇന്ത്യ രാജ്യത്തിലും ഉണ്ടാകട്ടെ, ഇന്ത്യ രാജ്യത്തിലും ഉണ്ടാകട്ടെ, ഇന്ത്യ രാജ്യത്തിലും ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ സംഘർഷങ്ങളോ അമ്പലങ്ങളോ പള്ളികളോ ചർച്ചുകളോ തകർക്കപ്പെടാതെ, മനുഷ്യന്റെ മനസ്സുകൾ ഒരിക്കലും തകർന്നു പോകാതെ മാനവീയ ഐക്യത്തോടെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ ചേർന്ന് ഒരുമിച്ച് താമസിക്കാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മഹത്തുക്കളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവര് കടന്നു വന്ന് എത്രത്തോളം ഐക്യവും സാഹോദര്യവും നമുക്കിവിടെ കാഴ്ചവെച്ചോ അവരുടെ ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മുടെ നാടിനും ആ സന്തോഷവും സമാധാനവും സൗഹാർദ്ദ അന്തരീക്ഷവും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെ ഉടനീളം ഇവരെ സഹകരിച്ചവർ, സഹായിച്ചവർ, ഇവിടെ വന്ന ഉസ്താദന്മാർക്ക് തങ്ങന്മാർക്കും ഭക്ഷണം കൊടുത്തവർ, പാചകം ചെയ്തവർ, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തവർ, ഈ ജമാഅത്ത് ഉറൂസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, മഹല്ല് ഭാരവാഹികൾ, ഇതിന്റെ സംഘാടകർ, പ്രവർത്തകർ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ അടക്കമുള്ളവർ, എല്ലാ മേഖലകളിൽ നിന്നും സഹായികളായി വന്നവർ, ഇതര സമുദായത്തിൽപ്പെട്ടവർ, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടിന്റെ ഓരോ മുക്കുമൂലകളിലും, കാസർഗോഡിന്റെ മുക്കുമൂലകൾ അടക്കം ചെയ്യപ്പെട്ട മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളുടെ ഹദീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവൻ എല്ലാവിധ ഖൈറുകളും ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ആഖിബത്ത് നന്നായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി നല്ല രാവിൽ നല്ല മണ്ണിൽ വെച്ച് മരണപ്പെടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് നൽകട്ടെ. മരണം വരെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിച്ച് നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യശാലികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.